പാട്ടിന്റെ മധുരം പകർന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞു ഗായകരുടെ സ്നേഹ സംഗീത വിരുന്നിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. പാട്ടിന്റെ പൂക്കാലം ഒരുക്കിയ കുഞ്ഞു ഗായകരുടെ വേദിയിലേക്ക് നക്ഷത്ര എത്തുന്നു. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. ഹായ് നക്ഷത്ര കുട്ടി. ഹലോ. മോള് പിന്നെയും നീണ്ടോടാ, മക്കൾക്ക് പിന്നെയും പൊക്കം വെച്ചോ? ഹീലിട്ട്. ഇതൊക്കെ കൊള്ള നല്ല വേഷം മോളെ. ഏത് പാട്ടാ പാടുന്നേ? ചൂളമടിച്ച് കറങ്ങാം. അടിപൊളി. കൊറേ കുരുകുരുകുരുകുരുകുരാന്ന് സംഗതികളുള്ള ഒരു പാട്ടാ മക്കളെ, കേട്ടോ. സമ്മർ ഇൻ ബത്ലഹേം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേൾക്കുമ്പോൾ എളുപ്പം തോന്നുന്ന പാട്ടല്ലേ? പാടി നോക്കുമ്പോ അറിയാം. ഇടപാട് ഡീറ്റെയിൽസ് പറയും മോളെ. മ്യൂസിക് വിദ്യാസാഗർ സാർ, ഓക്കെ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ ആൻഡ് കോറസ്. ആൻഡ് കോറസ്. എൻജോയ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ച് പാടട്ടാ. ഓൾ ദി ബെസ്റ്റ്. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ആലിൻ കൊമ്പ് തന്തയുറങ്ങണൊരോലെ ഞാലിക്ക് പൂത്താലേ. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള
ബേലെ വെരി ഗുഡ് ഓർക്കസ്ട്ര സൂപ്പർ. ഡാൻസേഴ്സ് വെരി ഗുഡ് വെരി ഗുഡ്. നക്ഷത്ര എന്തോ നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ. മോള് ഇത് ക്വാർട്ടർ ഫൈനലാണെന്നുള്ളൊരു ചിന്ത ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതോ കയ്യിൽ നിന്ന് പോയതാണോ? ചെറുതായിട്ടൊരു കിതപ്പ് വന്നു. കിതപ്പ് വന്നു. എന്തായാലും നമ്മളൊരു പാട്ട് പാടുമ്പോൾ കിതപ്പ് വന്നാലും ടെൻഷൻ വന്നാലും എന്ത് വന്നാലും അത് പാട്ടിനെ എഫക്റ്റ് ചെയ്യും അല്ലേ? ഞാൻ അക്കമിട്ട് പറയണോ അതോ പാടിക്കണോ? പാടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാടിക്കേണ്ടി വരും. കുറേ കാര്യങ്ങൾ പറയാം. നമ്പർ 1, കാൽത്തള കെട്ടി കൈവള ചാർത്തി. അതിൻ്റെ മേലോട്ട് പോകുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ കറക്റ്റ് ശ്രുതിയിലും അതുപോലെ തന്നെ സ്വരസ്ഥാനത്തും ചേർന്നിട്ടില്ല. 1. 2 സ്ഥലത്ത് പല്ലവി തുടക്കത്തിലും ലാസ്റ്റിലും. പിന്നെ ആമാടപ്പെട്ടി, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. സിംഗനിലാവേ, അതുതൊട്ട് സിന്ദൂരം വാരി തൂകി സായങ്കാലം, അവിടം വരെ നിഷാദം, സംഗതികൾ, ശ്രുതി, ഇവയ്ക്കൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. ഇവർ ബാക്കി പറയും. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിലും കൂടുതൽ നോട്ടീസ് ചെയ്യും, എഴുതി വയ്ക്കും. ഞാൻ അങ്ങനെ വലുതായിട്ട് എഴുതാറില്ല, പക്ഷേ ഇനിയിപ്പോൾ എഴുതിയേ പറ്റൂ. നിങ്ങളൊക്കെ പാടുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാട്ടി കൂടുതൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ഞങ്ങളാണ്. ദൈവമേ ദൈവമേ ശരിക്കും വരണേ ശരിക്കും വരണേ ശരിക്കും വരണേന്ന്. അപ്പോൾ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ പെട്ടെന്ന് പറഞ്ഞു ഛേ എന്ന് പറയും, അതായത് പോയല്ലോ എന്ന് പറയും. നിങ്ങൾ പാടുമ്പോൾ ഞങ്ങൾക്കാണ് ടെൻഷൻ. അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈം ട്രൈ യുവർ ലക്ക്. മക്കളെ, എന്തോ കുഞ്ഞേ, നല്ല പാട്ട്. മോള് തുടങ്ങിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം. അസാധ്യമായിരുന്നു. സ്റ്റാർട്ടർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ സംഗതികളൊക്കെ എല്ലാം മണി 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 പോലെ പാടി. ഈ പല്ലവിയുടെ അവസാനം തൊട്ട് അതിൻ്റെ അവിടെ ആ തുടക്കം എന്താണ്, കാൽത്തള കെട്ടി. ഒന്ന് പാടാമോ മോളെ കറക്റ്റായിട്ട്? കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു കൂടേണ്ടേ. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി പിന്നെ ഉണ്ട് മോളെ. പിന്നെയുണ്ട്. ആദ്യം പാടിയത് അന്തം വിട്ടുപോയി. മക്കൾക്കത് ഫീൽ ചെയ്തോ? മോക്കത് മനസ്സിലായോ? ആ, അതാ വേണ്ടത്, അതാണ് പ്രധാനം. മോൾ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പം നോക്കണം, നമ്മുടെ ഇരുന്ന് ചുമ്മാ പറയുകയാണോ എന്താന്നുള്ളത് കേട്ടോ. ജസ്റ്റ് ക്രോസ് ചെക്ക്, ദാറ്റ്സ് ഇറ്റ്. ലാസ്റ്റ് പല്ലവിയിൽ ശ്വാസം ഇടയ്ക്ക് ഇന്നിങ്ങനെ കണ്ടിനെ കണ്ടന തൻ്റെ കത്തിലെ കക്ക എന്ന് പറഞ്ഞ് ശ്വാസം എടുക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വാക്കിൻ്റെ ഒക്കെ ഇടയിൽ. പക്ഷെ കൊള്ളാം, ടെക്നിക്ക് കൊള്ളാം. ശ്വാസം പൊട്ടുമ്പോൾ അത് നല്ലതാ. പക്ഷെ മോളെ പ്രാക്ടീസ് ചെയ്യരുത് കേട്ടോ. അതേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇത് മോളിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ മക്കളെ. അത് നോക്കണം. നക്ഷത്രക്കുട്ടി, എന്തോ നല്ലൊരു ശ്രമമായിരുന്നു എന്ന് പറയാം കേട്ടോ. നന്നായി കുറേ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടി. ചില ഭാഗങ്ങളൊക്കെ അറിയാലോ, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പല സ്ഥലത്തും സംഗതികൾ സ്ലിപ്പായിപ്പോയി, ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റായി, അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള ചൂളമടിച്ച് വിട്ടുപോയി. അതെന്താ? അത് ശ്വാസം കിട്ടാതെ ഇപ്പൊ പെട്ടെന്ന് ആണോ? വരി ചൂളം അടിച്ച് വിഴുങ്ങിപ്പോയി, കാണാനില്ല അല്ലേ? പിന്നെ അതിന് പല സ്ഥലങ്ങളിലും അത് ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആവാൻ പാടില്ല. ഈ ഒരു ക്വാർട്ടർ ഫൈനലിൻ്റെ സമയത്തൊന്നും ഇങ്ങനെ ആവാനേ പാടില്ല, അറിയാലോ? ഓക്കെ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ നക്ഷത്രക്കുട്ടി. നല്ല ബ്രില്യൻ സിംഗർ അല്ലേ, അടിപൊളി സിംഗർ അല്ലേ? എത്ര പ്രാവശ്യം ഇവിടെ പ്രൂവ് ചെയ്ത്, നമ്മളെല്ലാം എത്ര പ്രാവശ്യം എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. എന്തായാലും ശ്രദ്ധിക്കുക. നക്ഷത്രക്കുട്ടി, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. ഞാൻ ഭയങ്കരമായിട്ട് നൊസ്റ്റൂലേക്ക് പോയി. പണ്ട് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ട് ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ഇത് എല്ലാവരും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണത്. വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് അതാണ് ഏറ്റവും അതിനകത്തെ ആ ഒരു സംഗതി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു പെടപെടപ്പൻ സംഗതിയാണത്. അയ്യോ, അത് ചിത്ര ചേച്ചി ഒരു നിമിഷം വിചാരിച്ചു പോയി. ഇങ്ങനെ പുട്ടുപോലെ ചേച്ചിക്ക് ഇങ്ങനത്തെ ഇതെല്ലാം എന്ത് സംഗതി കൊടുത്താലും. അപ്പം മോൾ എനിക്ക് തോന്നി ഈ പ്രത്യേകിച്ച് ചരണത്തിലെല്ലാം ആ നറുമഞ്ഞിൻ മുത്തേ എന്നുള്ള ആ ഒരു പോർഷനൊക്കെ ഒറ്റ ശ്വാസത്തിൽ മോൾ എടുക്കാൻ നോക്കി. അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ എടുക്കാൻ നോക്കി അവിടെ അതങ്ങ് കുറച്ച് കൈവിട്ട് പോയി. പിന്നെ ഇത് ഒരു പോസില്ല നടുക്ക്. പ്രത്യേകിച്ച് വിദ്യാസാഗർ സാറിൻ്റെ കോമ്പോസിഷൻ എല്ലാം ശ്വാസം വളരെ കുറവാണ് നമുക്ക് എടുത്ത് പാടാനായിട്ട്. അപ്പോൾ അത് തന്നെ മോളിവിടെ അത് ആ ഒരു ശ്വാസക്കുറവ് അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മോൾക്ക് ആ ഒരു സംഗതികളും എല്ലാം കൂടി ഒന്ന് പോയി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാനാ, കോമ്പറ്റീഷനായി പോയില്ലേ. അതുകൊണ്ടാട്ടോ നമ്മൾ പറയുന്നത്. സാരമില്ല, അടുത്തൊരു ശ്രദ്ധിച്ചാൽ മതി. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു മാം. നക്ഷത്രക്കുട്ടി, എന്തോ അടുത്ത പാട്ട് പിടിച്ചോണം. ഇത്തവണ മാർക്ക് കുറവാണ്. സോ വി ആർ ഗിവിംഗ് യു 96 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. സോ ആദ്യ ഒരു ബെത്ലഹേം പൂക്കുറ്റി. താങ്ക് യു.
ബെസ്റ്റ്. ബൈ. പാട്ടിന്റെ കൂട്ടിലെ പെരിന്തൽമണ്ണക്കാരൻ നമ്മുടെ അബിൻ എത്തുന്നു. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. അബിൻ കുട്ടാ, എന്തോ സൂപ്പർ ഡ്രസ് കേട്ടാ, അടിപൊളി ഷർട്ട്. നല്ല ഷർട്ട് മോനെ. മധുവിന്റെ ഷർട്ട് എങ്ങനെ ഉണ്ടെന്ന്? അടിപൊളി, നല്ല പ്രിന്റ് ഉള്ള. ശരത്തേട്ടൻ്റെയോ? ഷർട്ട് അങ്ങനെ മറ്റൊരു ഷർട്ട്. നീ ഇപ്പൊ വലിച്ചു ഊരി അവൻ. അതൊന്നും വേണ്ട. മീനുട്ടിയുടെയോ? മീനുട്ടിയുടെ ഷർട്ട് അങ്ങനെ ഉണ്ട്. ഓൾവേസ്. ഓൾവേസ്. ഇവരാര് എന്റെ പറഞ്ഞില്ല. അടിപൊളി, ഞാൻ പറഞ്ഞല്ലോ പിന്നെ. ഇളക്കമുള്ള ഞാൻ കാലത്ത് പറഞ്ഞ അതേ വീടാണ്. പിന്നെ ഞാൻ തിളങ്ങി തിളങ്ങി നിൽക്കും. അതെ. മൂക്കുത്തിയൊക്കെ അങ്ങ് തിളങ്ങുക. അതെ. ചേട്ടാ അത് ഡയമണ്ടാ, അതുകൊണ്ട്. അതിന് അത് മക്കളെ, പക്ഷേ നിന്റെ ഒരു ടെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നു. വേറൊന്നുമല്ല, ഇവിടെ അന്യോന്യം ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ നീ വിചാരിക്ക ഭഗവാനെ എപ്പം നിർത്തും. അതെ. ഏത് പാട്ടാണ്? മായാമയൂരം. ആ, വെരി ഗുഡ് സോങ്. നല്ല പാട്ടാണ്. സൂപ്പർ പാട്ട് മക്കളെ. ഞാൻ ആദ്യമായിട്ട് ജോൺസേട്ടന് വേണ്ടി പാടി. ഇപ്പോഴും ഈ പാട്ടിന്റെ ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ AVM RR തിയേറ്ററിൽ, അത് കാണുമ്പോൾ എനിക്ക് ഇപ്പൊ ഒരു കാല് വിറയ്ക്കും. ഇപ്പൊ പോലും ബ്യൂട്ടിഫുൾ പാട്ട്. നീ കലക്കും. അതെ. കാരണം നീ പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളുടെ MG അണ്ണനാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best, മോനെ. All the best. All the best. ഓൾ ദി ബെസ്റ്റ് മോനെ. മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ പ്രിയമാനസം ഭാവാർദ്രമായി നവരാഗഭാവനയിൽ മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ അകലെ വിഭാതരാഗം തേടി മാലിനി അകലെ വിഭാതരാഗം തേടി മാലിനി അഴകിൻ തുഷാരബിന്ദു പോൽ തേടി സംഗമം അരികെ അരികെ സൂര്യകാന്തി വിടരും മോഹമർമ്മരം ഉള്ളിൻ്റെ ഉള്ളിൽ മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ നിന്നാട ചാർത്തിയാടി വാടാമല്ലികൾ നിന്നാട ചാർത്തിയാടി വാടാമല്ലികൾ
കാറ്റിന്നിളം തലോടലിൽ ഇളകി പൂവനം ഇലകൾ ആ ഇലകൾ വെണ്ണിലാവിലെഴുതി ഭാഗ്യജാതകം ഉള്ളിൻ്റെ ഉള്ളിൽ മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ പ്രിയമാനസം ഭാവാർദ്രമായി നവരാഗഭാവനയിൽ മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ God bless you. God bless you. സൂപ്പർ. നീ ഫിനാലെ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. സത്യം പറയണം, ഇത് അന്ന് പാടിയാൽ മതിയായിരുന്നു. സത്യം. പ്രൗഡ് ഓഫ് യു. മോനെ, എന്തോ ഐ ഫീൽ പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. വേറൊന്നുമല്ല, ഈ പാട്ട് ഞാൻ പാടിയതിനെക്കാട്ടി നന്നായിട്ട് പാടിയെന്ന് ചില ഭാഗങ്ങൾ പറയേണ്ടി വരുന്നു. താങ്ക് യു സാർ. അത് ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയുന്നതല്ല, കാരണം ഞാൻ പാടിയ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം, കഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. അതായത് മിന്നാട ചാർത്തി ആടി വാടാമല്ലികൾ, അത് പാടിക്ക്. മിന്നാട ചാർത്തിയാടി വാടാമല്ലികൾ. ഇത്രയും ഫീല് ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ആ മിന്നാട ചാർത്തി ആടി എന്ന് പറയുന്ന അതിൻ്റെ ഒരു പേസ്, ആ പേസും ഈ എൻഡിങ്ങും പല സ്ഥലങ്ങളിലും ഇത് മോന് ആരെങ്കിലും ഗ്രൂമേഴ്സ് പറഞ്ഞു തന്നോ അതോ ഗ്രൂമേഴ്സ് പറഞ്ഞു തന്നു? റെക്കോർഡിൽ ഞാനാണോ അതോ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ചോദിക്കുക. റെക്കോർഡിൽ സാർ ഇതേമാതിരി തന്നെ പാടിയില്ല. ആണോ? ശരി. എന്തായാലും എനിക്ക് തോന്നി എന്നെക്കാട്ടി നന്നായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോ എന്റെ കുഴപ്പമായിരിക്കാം. അതങ്ങനെ തന്നെയാണ്. പക്ഷെ കൊള്ളാം കേട്ടോ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് വളരെ ടെൻഷനായിട്ട് പാടിയ ഒരു പാട്ടാണ്. കാരണം ജീവിതത്തിൽ ഇത്രയും പേടിച്ച് പാടിയ ഒരു പാട്ടേ ഇല്ല. കാരണം എല്ലാവരും പറഞ്ഞു ജോൺസേട്ടൻ ഭീകരനാണ്, ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനാണ്, അങ്ങോട്ട് നോക്കിയാൽ അടിക്കും, ഇങ്ങോട്ട് നോക്കിയാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ വരണ്ടു പോകും. ഓ, അത് അപ്പം എങ്ങനെയൊക്കെയോ പാടി അങ്ങ് ഒപ്പിച്ചതാണ്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിലൊരു ഭംഗി വന്നോ എന്നൊരു സംശയം. അവൻ പാടിയത് നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നും പറയാനില്ല, ഒരു വെള്ളിയുടെ ഒരു അറ്റം പോലെ വന്നു എവിടെ കണ്ടൊക്കെ. ഒരു ശകലം നമുക്ക് വേണ്ടേ, നമ്മുടെ ബ്രാൻഡ് വേണ്ടേ അല്ലേ? ഓക്കെ, ലവ് യു. താങ്ക് യു സാർ. ലവ് യു ടു. ഈ ആരും മക്കളെ വെള്ളി വ്യാപാരിയാണ് മോനെ. എന്തോ അസാധ്യമായിട്ട് പാടിയടാ. താങ്ക് യു സാർ. സൂപ്പർ. കാര്യം പല ഏരിയയും രോമാഞ്ചം. സത്യം സത്യം. എസ്പെഷ്യലി അനുപല്ലവി. ഓ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് നീ പാടി. പണം പറഞ്ഞത് ഞാൻ പാടിയതിനേക്കാളും ബെറ്റർ അതല്ല. അതിന്റെ സത്യമായിട്ടുള്ള കാര്യം നീ അതിലേക്ക് ഇറങ്ങി, ആ പാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് മുങ്ങാങ്കുഴി ഇട്ട് മുത്തെടുത്തോണ്ട് വന്നു. അത് വളരെ ഈസി ആയിട്ട് പാടി. വെള്ളിയും വ്യാഴം ഒന്നും ഒരു പ്രശ്നമല്ലടാ ചാക്കരെ കേട്ടോ. അത് പോട്ടെ, അതൊക്കെ വെറും ആക്സിഡൻസ്. പക്ഷെ നീ മനോഹരമായിട്ട് പാടി, ബ്യൂട്ടിഫുൾ. എനിക്ക് ആകെ അനുപല്ലവി കഴിഞ്ഞു വരുന്ന പല്ലവിയുടെ എൻഡ് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊരു നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറയുന്നതാണ്, നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് കേട്ടോ മോനെ. മറ്റെല്ലാം ബ്യൂട്ടിഫുൾ. ജോൺസേട്ടൻ ഉണ്ടായിരുന്ന നിന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചാൽ സത്യം. ഇത്ര വളരെ സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണ് ജോൺസേട്ടൻ. പക്ഷെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ജോൺസേട്ടൻ. അത് നമുക്ക് അടുത്തറിയാവുമ്പോൾ മനസ്സിലാവും. അതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങള് ഭയങ്കര കൂട്ടുകാരെ പോലെ.
അതാണ് അതിന്റെ വ്യത്യാസം. ഈ പാട്ടല്ല, അതിനുശേഷം 2-3 പാട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ അങ്ങ് ആയി. നമ്മള് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ ആളെ ഫ്രണ്ട്സ് ആവുന്നു ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ മക്കളെ ഇത് ഔസേപ്പച്ചൻ അണ്ണാച്ചിയും ജോൺസേട്ടനും കൂടെ ഈ ഷട്ടിൽ കളിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ. എടാ നീ ചുമ്മാ ഇരിക്കാൻ, നീ അവിടെ വാടാ, നീ അത് ഔട്ട് പെറുക്കാൻ. അങ്ങനെ ഞാൻ ഇപ്പോൾ എത്രയോ നേരം അവിടെ നിന്നിട്ടുണ്ട്, ജോൺസന്റെ അടുത്തും ഇങ്ങനെ അടുത്ത് കൊള്ളാന്നൊക്കെ പറയും, ചുമ്മാതെ വാട്ടം പിടിച്ച്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു കേട്ടോ മോനെ. അത് കുറേ സന്തോഷം, കുറേ സന്തോഷം. മക്കളെ കലക്കിയിടാ. താങ്ക് യു. എല്ലാവരും ഇതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവം തരട്ടെ, ഞങ്ങളുടെ ആയുസ് വർദ്ധിക്കും. അതാണ്, വേറൊന്നുമില്ല. അപ്പം ചക്കരയ്ക്ക് താങ്ക് യു സോ മച്ച്. ജോൺസേട്ടൻ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നില്ല, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു. താങ്ക് യു മക്കളെ. താങ്ക് യു. പിൻകുട്ടാ എന്തോ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു. പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ, അത്രയ്ക്കും നന്നായിട്ട് പാടി. പ്രത്യേകിച്ച് അനുപല്ലവി ഇപ്പോൾ പറഞ്ഞില്ലേ, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. സ്വീറ്റായിട്ടുള്ള വോയിസ് തന്നിട്ടുണ്ട് ദൈവം. ഏതായാലും നല്ലൊരു ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെക്കോർഡിങ്സും പ്രോഗ്രാംസും അഭിനയം തേടിയെത്തും, യാതൊരു സംശയമില്ല. മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ എന്തായാലും നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി ഇവിടുന്ന് ഒരു ഓഫർ ഉണ്ട്, ഞാനത് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. അബിക്കുട്ട, എന്തോ നീ എന്നെ നിന്റെ ആരാധികയാക്കി കളഞ്ഞല്ലോ മോനെ. താങ്ക് യു സാർ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞു. നീ എന്നെ ആരാധിക്കുകയാക്കി. സത്യം അസാധ്യായിരുന്നു. താങ്ക് യു. ഇവരൊക്കെ പറഞ്ഞ പോലെ പല ഭാഗത്ത് നമുക്ക് മോരാഞ്ചം. ഞങ്ങളെല്ലാരും പുളകിത ഗാത്രരായിപ്പോയി. താങ്ക് യു. അസലായിരുന്നു. ഭാവിയിൽ ഇപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ് മാത്രമല്ല, റെക്കോർഡിങ്സ് അത് മാത്രമല്ല, നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഒരു ഫേസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻഡിപെൻഡൻറ്റ് സിംഗറാകാം, നമ്മളുടെ തന്നെ കോമ്പോസിഷൻ, നമ്മളുടെ തന്നെ ഇന്നത്തെ കാലത്ത്, പഴയ കാലം പോലെയല്ല, അങ്ങനെയുണ്ട്. അങ്ങനെയും എല്ലാം നല്ല മിടുമിടുക്കൻ ഗായകനായിട്ട്, വലിയ ഗായകനായിട്ട് തീരട്ടെ എന്ന് താങ്ക് യു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു മാം. മാർക്ക് കുറച്ച് ഇത്രയും പൊക്കി പറഞ്ഞത് നിൽക്കും, അവൻ വല്ലതും പ്രതീക്ഷിച്ച് നിൽക്കും. സോ ഞങ്ങളൊന്ന് ഡിസൈഡ് ചെയ്തു, മാർക്ക് കുറച്ച് കുറവാണ്. അല്ല, നന്നായിട്ട് പാടി, അത് പറയാം. പക്ഷെ അങ്ങനെ പറയില്ല ചേട്ടാ. വെള്ളി പിന്നെ അയ്യോ, വെള്ളി ആ കൊച്ചിന്റെ പ്രായമല്ലേ, അതിന് അതും വെള്ളിയൊക്കെ അതിന്റെ വെള്ളിയുടെ പ്രായമല്ലേ. നല്ല ക്വാർട്ടർ ഫൈനൽ. യു ഡിസേർവ് 100 out of 100. ആടി ഒരു ജോൺസേട്ടൻ പൊക്കുറ്റി. അവൻ ഇത്തിരി ഇങ്ങല് വന്നോന്നില്ല. താങ്ക് യു. നമ്മളൊന്ന് കൂടുതൽ വേണ്ടിയിരുന്നെങ്കിൽ. എം ജി ഞങ്ങളെ ഓ. നമ്മുടെ ഫിയാമ പെർഫോമർ ഓഫ് ദ വീക്ക് ആരാണ്? പറയണോ? ഞാൻ പറയണോ? പേര് പറയണോ? സിമ്പല് പറയണോ? സിമ്പിൾ പറയണോ? യപ്പ്. വെൽക്കം ശ്രീധർ ഓൺ സ്റ്റേജ്. ശ്രീധർ. അപ്പൊ നമ്മുടെ ശ്രീധർശന് ഫിയാമ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ആടിനെ മറക്കരുത്. പറ മൈക്കിലോ, എം ജി ഞങ്ങൾ ഒന്ന് വെച്ചതാ പറഞ്ഞോ. ഓക്കെ, ഹാപ്പി. ഞങ്ങളും നമുക്ക് ഒരുമിച്ച് പോവാം അല്ലേ? അയ്യടാ, Share ചെയ്യാൻ. കനടാ. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പോരാട്ടം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഇതാ എത്താറായി. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന് കാണുക. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.